السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഒരിക്കൽ സയ്യിദന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയെ സ്വർഗത്തിൽ എവിടെ വെച്ചാണ് കാണുന്നത് എന്ന്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ദൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ എന്നെ കാണുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഈ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ കാണുമെന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ദൽ മീസാൻ, മീസാൻ്റെ നാം ചെയ്തതായ നന്മതിന്മകൾ തൂക്കുന്നതായ ആ സന്ദർഭത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ചും കണ്ടില്ലെങ്കിൽ പിന്നീട് എവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ സിറാത്തിൽ മുസ്തഖീമായ സിറാത്ത് എന്ന ആ പാലത്തിൻ്റെ അടുക്കൽ വെച്ച് എന്നെ കാണാമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും അത്തീഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും. അങ്ങനെ എന്നിലേക്ക് കൂടുതൽ അടുത്തവർ സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളമയിൽ ശുപാർശ കിട്ടുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.